വെൽക്കം ടു എപ്പിസോഡ് 1 ഓഫ് ഐ ട്രൈഡ് ദിസ് സോ യു ഡോണ്ട് ഹാവ് ടു. ആൻഡ് ഡിസ്ക്ലെയിമർ, ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പീനിയൻ ആണ്. ഹൈപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഐ ട്രൈഡ് ദിസ് സോ യു ഡോണ്ട് ഹാവ് ടു. ആൻഡ് ദ പ്രൊഡക്ട്സ് ഇൻ ക്വസ്റ്റ്യൻ ആർ ദീസ് 3 പ്രോഡക്ട്സ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫേ ബ്യൂട്ടിയുടെ ബ്രൗൺ കാജൽ. ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് കയ്യിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം. പക്ഷേ നമ്മളുടെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഇത് ഡിസപ്പിയർ ആകും. ആൻഡ് ഇത് മെൽറ്റ് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഭയങ്കര ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഇത് മെൽറ്റ് ഡൗൺ ആവുകയും ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇസ് സിംപ്ലി നാമിൻ്റെ അൾട്ടിമേറ്റ് ബ്ലാക്ക് കാജൽ. ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ 800 റുപ്പീസ് കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അത് ടോട്ടലി വെർത്ത് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ്. കാരണം ഇതിലും നമ്മൾ 299 കൊടുത്ത് വാങ്ങിക്കുന്ന കാജൽ ഇതിലും നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. കാരണം സെയിം അഗെയിൻ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. പക്ഷേ സെയിം ഇത് മെൽറ്റ് ഡൗൺ ആകും. ഇത് പെട്ടെന്ന് ഫെയ്ഡാകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നമ്മൾ കള്ളിയങ്കാട്ട് നീലി വരെയാകും. ആൻഡ് ഇതിന് ഒട്ടും പ്രിസിഷൻ കിട്ടില്ല. അപ്പോൾ അവർ പറയും പ്രിസിഷന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്, ഈ ഷാർപ്നർ വെച്ചിരിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഒട്ടും പ്രിസിഷൻ കിട്ടുകയില്ല. മെൽറ്റ് ഡൗൺ ആകും, നമ്മൾ കള്ളിയങ്കാട്ട് നീലിയാകും. സോ ഇറ്റ്സ് എ നോ ഫ്രം മീ. And the third product is Stays 929 lip gloss plus lipstick combo, ലിക്വിഡ് ലിപ്സ്റ്റിക് കോമ്പിനേഷൻ. ഇതിൻ്റെ ഷെയ്ഡ് 2 ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്തു, എല്ലാം വാഷ് ഔട്ട് ആകും. ഞാൻ വേറെ എൻ്റെ ഫ്രണ്ട്സിലും ഇത് ട്രൈ ചെയ്ത് നോക്കി, സ്റ്റിൽ വാഷ് ഔട്ട് ആകും. ആൻഡ് ഇതിൻ്റെ ലിപ് ഗ്ലോസ് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, ഇത് ട്രാൻസ്ഫർ ആകും, നല്ല രീതിയിൽ ട്രാൻസ്ഫർ ആകും. സോ ഇറ്റ്സ് എ നോ ഫ്രം മീ.